നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും കടമപ്പെട്ടവരാണ് നാം എല്ലാവരും. അവിടുത്തെ കുറിച്ച് ലോകത്തിന് പഠിപ്പിക്കേണ്ട ബാധ്യതയുള്ളവരാണ് ഓരോ മുസ്ലിമും. തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണകൾക്ക് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ശക്തമായ മുന്നറിയിപ്പുകളും താക്കീതുകളും മറുപടികളും നൽകിക്കൊണ്ട് അവിടുത്തോടുള്ള നമ്മുടെ കടപ്പാട് നാം നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. ലോകത്ത് എല്ലാ സമുദായങ്ങളിലും താക്കീതുകാര് വന്നിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. മുന്നറിയിപ്പുകാര് താക്കീതുകാര് കഴിഞ്ഞുപോയിട്ടില്ലാത്ത ഒരു സമുദായവുമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാണ് അല്ലാഹു പ്രവാചകന്മാരെ ഇങ്ങനെ അടിക്കടി നിയോഗിച്ചുകൊണ്ടിരുന്നത്? അല്ലാഹു തആല പറയുന്നു, റുസുലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നത് മുബശ്ശിരീന, എങ്ങനെയുള്ളവരാണ് ആ നബിമാർ? സത്യവിശ്വാസം സ്വീകരിക്കുകയും ആ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മരണാനന്തരമുള്ള ജീവിതത്തിൽ സുഖമുണ്ട്, സന്തോഷമുണ്ട് എന്ന സന്തോഷ വാർത്തകൾ അറിയിക്കുന്നവരായ നിലയിൽ, വമുൻദിരീന, ആ പ്രവാചകന്മാരുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന അനുസരിക്കാത്ത ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന താക്കീത് നൽകുന്നവരായിക്കൊണ്ട്, ഇങ്ങനെ മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളുമായിക്കൊണ്ട് പ്രവാചകന്മാർ വന്നത് ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ, ജനങ്ങൾക്കുണ്ടാകാതിരിക്കാനാണ്. അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഹുജ്ജത്തുൻ, ഒരു തെളിവ്, ബഅദർ റുസുൽ, പ്രവാചകന്മാർക്ക് ശേഷം ഞങ്ങളൊന്നും സത്യം അറിഞ്ഞില്ലല്ലോ എന്ന് പരലോകത്തവർ പറയാൻ ഇടവരരുത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അന്നഹു തആല അൻസല കുതുബഹു വഅർസല റുസുലഹു ബിൽ ബശാറതി വന്നദാറ വബയ്യന മാ യുഹിബ്ബുഹു വയർദാഹു മിമ്മാ യക്റഹുഹു വയഅബാഹു ലിഅല്ലാ യബ്ഖാ ലിൽ മുഅ്തദിരി ഉദ്റുൻ. എന്താണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്? അല്ലാഹു തആല അവന്റെ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു, അവന്റെ പ്രവാചകന്മാരെ അവൻ അയച്ചു തരികയും ചെയ്തു. സന്തോഷ വാർത്ത കൊണ്ടും താക്കീതുകൾ കൊണ്ടും ആ പ്രവാചകന്മാർ വന്നു. വബയ്യന മാ യുഹിബ്ബുഹു വയർദാ, അല്ല എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ല എന്തൊക്കെ തൃപ്തിപ്പെടുന്നുണ്ട് എന്ന് അവർ വിശദീകരിച്ചു. അല്ല വിശദീകരിച്ചു. മിമ്മാ യക്റഹുഹു വയഅബാഹു, അല്ലാഹു എന്തൊക്കെ വെറുക്കുന്നു, അല്ല എന്തൊക്കെ വിസമ്മതിക്കുന്നു എന്നും അവൻ വിശദീകരിച്ചു തന്നു. ലിഅല്ലാ യബ്ഖാ ലിൽ മുഅ്തദിരി ഉദ്റുൻ. ഇനി നാളെ പരലോകത്ത് ഒരാളും അല്ലാഹുവിന്റെ മുമ്പിൽ പറയരുത്, ഞങ്ങൾക്ക് സത്യം മനസ്സിലായില്ല, അതുകൊണ്ടാ ഞങ്ങൾ പഴച്ചുപോയത്, ഞങ്ങൾക്ക് സന്മാർഗം എന്താണെന്ന് അറിയിക്കാൻ ആള് വന്നില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആളുണ്ടായില്ല എന്ന് ഒരാൾക്കും ഉദ്ർ പറയാൻ, പ്രതിബന്ധം പറയാൻ, കാരണം പറയാൻ ഇല്ലാതിരിക്കുമാറ് അല്ലാഹു തആല പ്രവാചകന്മാരെ തുടരെ തുടരെയായി ലോകത്തേക്ക് അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ പ്രവാചകന്മാര് വന്ന പ്രവാചകന്മാർക്കൊക്കെയും ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഓരോ നബിമാരും അതാത് സമൂഹങ്ങളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം, ഓരോ പ്രവാചകന്മാരും നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മാത്രമുള്ള നബിയായിരുന്നു. ഹൂദ് അലൈഹിസ്സലാം ആദ് ഗോത്രത്തിലേക്കുള്ള നബിയായിരുന്നു. സ്വാലിഹ് അലൈഹിസ്സലാം സമൂദുകാരിലേക്കുള്ള നബിയായിരുന്നു. ശുഐബ് അലൈഹിസ്സലാം മദിയൻകാരിലേക്കുള്ള പ്രവാചകനായിരുന്നു. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാം ബനി ഇസ്രായേലിലേക്കുള്ള പ്രവാചകനായിരുന്നു. ഈസാ അലൈഹിസ്സലാമും അങ്ങനെ തന്നെയായിരുന്നു.
ഇങ്ങനെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെയും അതാത് സമൂഹങ്ങളിലേക്ക് മാത്രം പ്രവാചകനായി അയക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹു തആല പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയായിട്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല എന്നാണ്. എല്ലാവരിലേക്കും, മനുഷ്യരിലേക്കും മാത്രമല്ല ജിന്നുകളിലേക്കുമുള്ള, രണ്ടു വിഭാഗം ആളുകളിലേക്കുമുള്ള, മുഴുവൻ ആളുകളിലേക്കും, അഥവാ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ, പിൽക്കാലക്കാരെന്ന വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്തവണ്ണം എല്ലാ സമൂഹങ്ങളിലേക്കും, മനുഷ്യരിലേക്കും, ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനായിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. ലോകത്തിന് മുഴുവൻ കാരുണ്യമായിക്കൊണ്ടാണ് അവിടുത്തെ നിയോഗം. മനുഷ്യർക്ക് എന്നല്ല, അറബികൾക്കെന്നല്ല, മുസ്ലിമീങ്ങൾക്കെന്നല്ല, ലോകത്തിന് മുഴുവനും എല്ലാവർക്കും കാരുണ്യമായിക്കൊണ്ട്, കരുണയുടെ സന്ദേശവും സ്വഭാവവുമായിക്കൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം. ഇനി ഒരു നബി ഇങ്ങോട്ട് ഭൂമുഖത്തേക്ക് വരാനില്ല. പ്രവാചകൻ എന്ന നിലക്ക് ജനങ്ങൾക്ക് പുതിയ ഒരു നിയമം പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ, നബി എന്ന നിലക്ക് ഒരു പ്രവാചകനും ഇനി ഒരു പുതിയ നിയമവുമായി ലോകത്തേക്ക് വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോടുകൂടി ഇസ്ലാമാകുന്ന സൗധം, ഇസ്ലാമാകുന്ന മണിമാളികയുടെ നിർമ്മാണം പടച്ച റബ്ബ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ നിർമ്മാണത്തിലേക്കൊന്നും ചേർക്കാനോ അതിൽ നിന്ന് വല്ലതും എടുത്തു കളയാനോ ഇല്ല. സമ്പൂർണമായ നിലയ്ക്ക് ഇസ്ലാം എന്ന ഈ പരിപൂർണമായ സൗധം അത് കൃത്യമായ നിലക്ക് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്കത് ഒരു ഉപമാരൂപത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന മസലി വമസലുൽ അംബിയാഇ മിൻ ഖബലി كمثل رجل بنى بيتا فأحسنه فأجمله إلا موضع لبنة من زاوية من زواياه فجعل الناس يطوفون به ويعجبون له ويقولون هلا وضعت هذه اللبنة قال فأنا اللبنة وأنا خاتم النبيين. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെയും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും ഉദാഹരണം, എന്നെ പറ്റിയും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാരെ പറ്റിയും ഒരു ഉപമാരൂപത്തിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഏതുപോലെയാണ്? കമസലി റജുലിൻ, ഒരാളെ പോലെയാണ്. അയാൾ എന്ത് ചെയ്തു? ബനാ ബൈതൻ, അയാൾ ഒരു വീടുണ്ടാക്കി, അയാൾ ഒരു വീട് നിർമ്മിച്ചു. ആ വീട് നിർമ്മിച്ചു എന്ന് മാത്രമല്ല, നിർമ്മാണത്തിൽ ഫഅഹ്സനഹു, വളരെ ഭംഗിയായിട്ടാണ് ആ വീട് നിർമ്മിച്ചത്. ഫഅജ്മലഹു, വളരെ നല്ല നിലക്ക് അതിന്റെ വളരെ മോടിയും അലങ്കാരവും ഭംഗിയുമൊക്കെ പൂർത്തീകരിച്ച നിലക്ക് അയാൾ ഒരു വീടുണ്ടാക്കി. പക്ഷേ ഇല്ലാ മൗദിഅ ലബിനത്തിൻ മിൻ സാവിയത്തിൻ മിൻ സവായഹു, ആ വീടിന്റെ ഒരു കോർണറിൽ, ഒരു മൂലയിൽ, ചുമരിന്റെ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടികക്കുള്ള സ്ഥലം അയാൾ ഒഴിച്ചിട്ടു. ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലം മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു. മറ്റെല്ലാം കൊണ്ടും ആ ബിൽഡിംഗ് പരിപൂർണമാണ്, ഭംഗിയാർന്നതാണ്, അഴകാർന്നതാണ്, പ്രൗഢിയുള്ള ബിൽഡിംഗ് ആണ്. അങ്ങനെ ഫജഅലന്നാസു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറയാണ്, ഫജഅലന്നാസു യതൂഫൂന ബിഹി, ജനങ്ങളൊക്കെ ആ വീട് കാണാൻ വേണ്ടി വന്നു. അതിന്റെ ചുറ്റും അവർ കറങ്ങി നടന്നു, ആ വീടിന്റെ ഭംഗി ആസ്വദിച്ചു. വയഅജബൂന ലഹു, അവരതിന്റെ അലങ്കാരവും അതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ അത്ഭുതം കൂറി, അവരിങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടു, അതിനെപ്പറ്റി ഇങ്ങനെ പ്രശംസിച്ചു പറഞ്ഞു. പക്ഷെ അതിനിടക്കാണ് ഒരു ചെറിയ ഒരു ഇഷ്ടികയുടെ ദ്വാരം, അത് പൂർത്തിയാകാതെ വെക്കപ്പെടാത്ത നിലക്ക് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. വയഖൂലൂന, അപ്പോൾ അവർ പറഞ്ഞു, ഹല്ലാ വുദിഅത് ഹാദിഹിൽ ലബിന, ഈ ഒരു ഇഷ്ടിക കൂടി വെക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വീട് എത്ര ഭംഗിയാകുമായിരുന്നു. ഒരു കുഴപ്പം ഈ വീടിനില്ല, ഒരു ഇഷ്ടികന്റെ ഒരു സ്ഥലം മാത്രമേ ബാക്കി, അതും കൂടിയാണ് വെച്ചിരുന്നെങ്കിൽ എന്ന് ചുറ്റി നടന്ന് ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയാൻ തുടങ്ങി. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ്, ഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഅനൽ ലബിന, ഞാനാണ് ആ ഇഷ്ടിക. അവിടെ പൂർത്തിയാക്കാൻ വേണ്ടി വെക്കപ്പെടേണ്ടുന്ന ഇഷ്ടിക ഞാനാകുന്നു. വഅന ഖാതിമുൻ നബിയീൻ,
ഞാനാണ് പ്രവാചകന്മാരിൽ അവസാനം കുറിച്ചു കൊണ്ടുവന്നയാള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്താണ് അതിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്? പരിപൂർണമായ ഇസ്ലാമാകുന്ന സൗധത്തിന്റെ ഒരൽപഭാഗം കൂടി മാത്രമേ നിർമ്മാണത്തിന്റെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് എന്റെ വരവോടുകൂടെ ആ കോളവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം വളരെ സുദൃഢമാണ്, അഴകുള്ളതാണ്, ഭംഗിയാർന്നതാണ്, അലങ്കാരമുള്ള ദീനാണ്, എല്ലാം തികഞ്ഞ ദീനാണ്. ഇതിൽ നിന്നൊന്നും എടുത്തു മാറ്റിയാൽ ഇതിൽ കുറവ് വരും. ഇതിലേക്ക് വല്ലതും കൂട്ടിച്ചേർത്താൽ ഇത് വികലമാകും, വികൃതമാകും. അതുകൊണ്ട് ഉള്ള പ്രൗഢിയോടെ, പ്രതാപത്തോടെ അത് നിലനിൽക്കേണ്ടതുണ്ട്. ഞാനാണ് പ്രവാചകന്മാരുടെ അന്ത്യം കുറിച്ചു കൊണ്ടുവന്നയാള്. ഇനി എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. ഇനി ആരെങ്കിലും എനിക്ക് ശേഷം നബിയാന്ന് പറഞ്ഞു വന്നാലോ അവൻ കള്ളനാണ്, അവൻ ദജ്ജാലാണ്, അവൻ കദ്ദാബാണ്. അവനെ അംഗീകരിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന സന്ദേശം മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിച്ചു.